വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. കുറേ ദിവസമായി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് കാര്യമായിട്ട് ഒന്നിനോട് ആക്റ്റീവ് അല്ലാത്ത പോലെ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ എന്തായാലും ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നല്ല അടിപൊളി വീഡിയോസൊക്കെ ഇടാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗാണ്. ഞങ്ങളങ്ങനെ ഫൈനലി കുറേ മാസങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനും വൈകിയും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ കുറച്ച് നേരത്തെ പോകാമെന്ന് കരുതി. കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്തായാലും കുറച്ചധികം ദിവസം വൈകിക്ക് നാട്ടിൽ നിൽക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ രണ്ടാളും കുറച്ച് നേരത്തെ പോകുന്നത്. പിന്നെ അനുവേട്ടന് സെപ്റ്റംബർ ആദ്യമാണ് ലീവ് അപ്രൂവ് ആയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നേരത്തെ കുറച്ച് അധികം ദിവസം നിൽക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ രണ്ടും നേരത്തെ പോകാമെന്ന് കരുതി. അപ്പോൾ അബുദാബി എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 7th ആണ്. ഈ വീഡിയോ ഞാൻ നാട്ടിലൊക്കെ പോയിട്ട് എൻ്റെ ആയിരിക്കും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും ഓഗസ്റ്റ് 7th നമ്മൾ പോകുന്നത്. ഉച്ചയ്ക്ക് 2:20 ഫ്ലൈറ്റ്. അപ്പോൾ ഇപ്പോൾ രാവിലെ ആയിട്ടുള്ളൂ കേട്ടോ. രാവിലെ തന്നെ ഞാനൊരു ഇൻട്രോ വീഡിയോ എടുത്ത് വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ വൈക ഉറക്കത്തിലാണ്. അവളെ ഇനി വിളിച്ച് ഉണർത്തി റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് പോകാൻ. പിന്നെ ലഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ലഞ്ചും കാര്യങ്ങളൊന്നും നമ്മൾ പ്രശ്നമില്ല, അത് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ട്രാവൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക്. അപ്പോൾ വൈകി നല്ല ഉറക്കമാണ്. അവള് ഇത്ര നേരത്തെ ഒന്നും എണീക്കാറില്ല. പക്ഷെ ഇന്ന് പോകുന്നതുകൊണ്ട് ഞാനും അവള് നേരത്തെയും കാലത്ത് എണീക്കാന്ന് കരുതിയതാണ്. അപ്പോൾ ഇനി അവളെ എണീപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് ഫ്രഷാക്കി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. അപ്പോൾ എന്തായാലും വിളിച്ച് നോക്കാം. വൈകു നാട്ടിൽ പോണ്ടേ എങ്ങനെ പോവാ? ഫ്ലൈറ്റിലാ? എന്നിട്ട് നാട്ടിൽ പോയിട്ട് എന്താ പരിപാടി? കളിക്കണം. ആരുടെ കൂടെ കളിക്കുക? മുത്തശ്ശിയുടെ കൂടെ. ഓക്കെ, അത് പറ്റുമോ? ഓക്കെ, എന്നാൽ ബായ്. വാ, ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കാണാം. ബായ്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഡ്രസ്സെല്ലാം മാറ്റി റെഡിയായി. വൈകു റെഡിയായോ? കന്നഡ നമുക്ക് കാറിൽ ഊരിയൊക്കെ. കന്നഡ വേണ്ടപ്പാ. അങ്ങനെ ഇനി ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്കാണ്. നമ്മൾ വേഗം ഡ്രസ്സൊക്കെ മാറ്റി. അതൊന്നും കാണിക്കാൻ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. തിരക്ക് പിടിച്ചിട്ട് വേഗം പെട്ടിയിലതാ ഡിക്കിയിൽ വെച്ചു. ഇത്തവണ കാർഡ്ബോർഡ് ബോക്സാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഏട്ടാ പോവാ. ഓക്കെ, അപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പം നമ്മൾ എയർപോർട്ടിലേക്ക് പോവാം കേട്ടോ. കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഇത്തവണ നമ്മൾ പുതിയ എയർപോർട്ടിൽ നിന്നാണ് നാട്ടിലേക്ക് പോകുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ പഴയ എയർപോർട്ടിൽ നിന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് അത്യാവശ്യം നമുക്ക് എല്ലാ കാര്യങ്ങളും എവിടേക്കാണ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ പുതിയ എയർപോർട്ടിൽ നിന്നായതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഒറ്റയ്ക്ക് ഇതുപോലെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എവിടെയാണ് എന്താണെന്നൊന്നും ഐഡിയ ഇല്ലായിരുന്നു. ഞാനേട്ടൻ ഇങ്ങനെ ഓരോരോ ഇതൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായിരുന്നു. എന്നാലും നമുക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയ ഒരു ഐഡിയ ഉണ്ടാവില്ലല്ലോ നമ്മൾ പുതിയതായിട്ട് പോകുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ഇത്തവണത്തെ എയർപോർട്ട് നമ്മളൊരു 3/4 മണിക്കൂറിൻ്റെ ഡ്രൈവ് വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് പഴയ എയർപോർട്ടിൽ അധികം ദൂരമൊന്നുമില്ല, ഒരു 20 മിനിറ്റ്സിൻ്റെ ഡ്രൈവേ ഉള്ളൂ. അപ്പോൾ പുതിയ എയർപോർട്ടിലെത്തി. അപ്പോൾ അവിടെ 25 ദിർഹംസ് അരമണിക്കൂറിന് പാർക്കിംഗ് ഫീ വരുന്നുണ്ട്. അതിൻ്റെ മുകളിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അരമണിക്കൂറിൻ്റെ ചാർജ് വരുന്നത് 25 ദിർഹംസ് ആണ്. അപ്പോൾ നമ്മൾ താഴെ പാർക്കിങ്ങിലൊക്കെ ഇട്ടിട്ട് നമ്മളങ്ങനെ ലഗേജ് എല്ലാം നമ്മൾ ട്രോളിയിലാക്കിയിട്ട് നമ്മളങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്.
സംഭവം എന്തായാലും അടിപൊളി എയർപോർട്ട് തന്നെയാണ്. സത്യത്തിലൊരു മാള് പോലെ ഉണ്ട് കേട്ടോ. എയർപോർട്ടാണെന്നൊന്നും തോന്നുന്നില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി നടക്കാനുണ്ട്. നമ്മൾ ആ ബോർഡിംഗ് പാസ് പാർക്കിങ്ങിൻ്റെ അവിടുന്ന് ബോർഡിംഗ് പാസ് എടുക്കുന്ന ഭാഗത്തോട്ട് തന്നെ ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 25 ദിവസത്തിന് പാർക്കിങ്ങൊക്കെ ഇട്ട് നമ്മൾ അവിടെ എത്താൻ തന്നെ അരമണിക്കൂർ ആവും. അപ്പോൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് നല്ലൊരു ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയാണ്. നല്ല അടിപൊളി ഡിസൈനും കാര്യങ്ങളൊക്കെ കിട്ടും. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ട്, ബാങ്കുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്, എക്സ്ചേഞ്ചുകൾ. അപ്പോൾ ബോർഡിംഗ് പാസ് എടുക്കുമ്പോൾ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ കൊടുത്തു. ലഗേജും കാര്യങ്ങളൊക്കെ തവണ കറക്റ്റ് തന്നെയായിരുന്നു. പിന്നെ നമുക്കൊരു മലയാളി സ്റ്റാഫാട്ടോ ഉണ്ടായിരുന്നത് എയർ അറേബ്യൻ്റെ. അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. നമ്മളങ്ങനെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ആ സമയത്തൊന്നും നമ്മൾ വീഡിയോസൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. കാരണം വൈകിയേനെ പിടിക്കണം, ബാഗ് പിടിക്കണം, പിന്നെ വീഡിയോസും കൂടെ എടുക്കുമ്പോൾ എനിക്ക് ഒന്നും പറ്റില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറിയപ്പോൾ ഇഷ്ടം പോലെ ഷോപ്സാണ്. ഡ്യൂട്ടി ഫ്രീൻ്റെ ഷോപ്പ്, ലുലുവിൻ്റെ ഷോപ്പ്, അങ്ങനെ ഇഷ്ടം പോലെ ഷോപ്സ് ഉണ്ട് ഉള്ളിൽ. പിന്നെ ഉള്ളിൽ കയറിയപ്പോൾ നമ്മൾ ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു ഇത്തവണ. നല്ല തിരക്കായിരുന്നു. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു. ഒരു 3/4 മണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടോ. അപ്പോഴേക്ക് പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ള ഒരു ബോക്സിലാക്കിയിട്ട് എടുക്കുക ചെയ്തത്. കാരണം കാര്യമായിട്ട് കഴിക്കാൻ നിന്നാൽ ലേറ്റ് ആയാലോ എന്ന് കരുതിയിട്ട് ഞാൻ വേഗം സ്നാക്സും കാര്യങ്ങളൊക്കെ എടുക്കുക ചെയ്തത്. നല്ല തിരക്കായിരുന്നു. ഇഷ്ടം പോലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലോഞ്ചിൽ. അതിപ്പോൾ ലോഞ്ച് ആക്സസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചാൻസ് ഉള്ളവർക്കൊക്കെ കുറച്ചുകൂടെ നേരത്തെ എയർപോർട്ടിൽ എത്തുകയാണെങ്കിൽ സൂപ്പറായി. അങ്ങനെ ലോഞ്ചിലെല്ലാം കയറിയിട്ട് ഞങ്ങളുടെ ഗേറ്റ് നമ്പർ D47 എന്ന് പറഞ്ഞിട്ടുള്ള ഗേറ്റായിരുന്നു എയർ അറേബ്യ ഫ്ലൈറ്റിൻ്റെ. അപ്പോൾ ഇത് സത്യത്തിൽ വലിയ എയർപോർട്ടായതുകൊണ്ട് തന്നെ ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തൊക്കെ അങ്ങനെ ഓരോരോ ഗേറ്റ് ഓരോരോ ഭാഗത്താട്ടോ. അപ്പോൾ D47 അങ്ങോട്ട് ലഗേജും വൈകുന്നേരം പിടിച്ച് നടന്ന് അവിടെ എത്താൻ നേരത്ത്, അതായത് 2 മണി കഴിഞ്ഞ് 2:10 ആയി നമ്മൾ D45 അവിടെ എത്താൻ. അപ്പോൾ 2:20 നമ്മളെ ഫ്ലൈറ്റ്. അപ്പോൾ ആ സമയത്താണ് എയർ അറേബ്യ നമ്മളെ വിളിച്ച് പറയുന്നത് ഗേറ്റ് ചേഞ്ച് ആക്കി എത്രയും പെട്ടെന്ന് തന്നെ B26 അവിടെയൊക്കെ എത്തണമെന്ന്. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഭാഗത്തേക്ക് പോകാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താ നേരത്തെ വിളിച്ച് പറയാനെന്നൊക്കെ. പക്ഷെ അവർ പറയുന്നത് അനൗൺസ് ചെയ്തു എന്നാണ്. പക്ഷെ ഇത്രയും തിരക്കിനിടയിൽ നമ്മളത് അനൗൺസ്മെൻറ്റ് കേട്ടോളൊന്നുമില്ല. അപ്പോൾ അവർ നേരത്തെ എന്നെ വിളിച്ച് പറഞ്ഞൊന്നുമില്ല. അവരിങ്ങനെ ഒഴിഞ്ഞു മാറുക ചെയ്തത് കേട്ടോ. അപ്പോൾ അത് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. കാരണം ഒരു ഭാഗത്തുനിന്ന് മറ്റേ ഭാഗത്തേക്ക് സാധാരണ ഒരാൾക്ക് തന്നെ നടക്കാൻ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ലഗേജും മോളും എല്ലാം കൂടെ നടക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുറേ നടന്നതിന് ശേഷമാണ് അവർ അവിടുത്തെ ഇൻസൈഡ് കാറിൽ എന്നെ പിക്ക് ചെയ്യാൻ വന്നത്. എന്തായാലും 2:20 ഫ്ലൈറ്റ് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് 2:45 ഏകദേശം എടുത്തപ്പോൾ അത്രയും സമയം എല്ലാവരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റ് കയറിയപ്പോൾ ഒരു രാജകീയമായ ഒരു സ്വീകരണം തന്നെയായിരുന്നു. പിന്നെ ആ സമയത്തൊന്നും ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എത്രയും പെട്ടെന്ന് ഫ്ലൈറ്റ് കയറിയാൽ മതി എന്നൊരവസ്ഥയായിരുന്നു. ഫ്ലൈറ്റ് കയറിയതിന് ശേഷം പിന്നെ ചെറിയ സ്നാക്സും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് വൈകുക നല്ല ഉറക്കം ഉറങ്ങി. അവൾ രാവിലെ എണീച്ചുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ കുറേ നടക്കുകയും ചെയ്തിരുന്നു അവൾ. പിന്നെ കോഴിക്കോട് എത്താൻ നേരത്താണ് എണീറ്റത്. പിന്നെ കോഴിക്കോട് എത്തി വേഗം ഓടുതന്നെയായിരുന്നു. കാരണം തിരക്കിൻ്റെ ഇടയിൽ പെടണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ ലഗേജിന് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തു, എല്ലാ തവണത്തെ പോലെ. എന്നിട്ട് ലഗേജൊക്കെ എടുത്ത് നമ്മൾ പുറത്തോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ പുറത്ത് എൻ്റെ അമ്മയും കസിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മേനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാവുകയും ചെയ്തു വൈകിക്ക്. അപ്പോൾ ഇനി നാട്ടിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ഓരോ വീഡിയോസിലൂടെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യം ഷെയർ ചെയ്യാമെന്ന് കരുതി. കാര്യമായിട്ടുള്ള ട്രാവൽ ബ്ലോഗൊന്നും അല്ല, എന്നാലും എനിക്കുണ്ടായ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.